അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 141. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബലദിലെ വമാ അദ്റാക മൽ അഖബ എന്ന ഭാഗം മുതലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വച്ചത് കണ്ണും മൂക്കും നാക്കുമൊക്കെ നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ ബാധ്യത നിർവഹിക്കാൻ കടമ്പ കടക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. തുടർന്ന് അല്ലാഹു ചോദിക്കുന്നു, വമാ അദ്റാക മൽ അഖബ, എന്താണ് കടമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ നബിയെ തങ്ങൾക്കറിയുമോ? ഫക്കു റഖബത്തിൻ, അത് പിരടിയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം നൽകലാണ്. യതീമൻ ദാ മഖ്റബ, അടുത്ത കുടുംബക്കാരനായ അനാഥക്ക്. ഔ മിസ്കീനം ദാ മത്റബ, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന സാധുവിന്. ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനമായും ഈ സൂറയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു ശബ്ദമാണിത്. അതായത് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബാധ്യത കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തലാണ്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ താങ്ങലാണ്. അത് നിർവഹിക്കുന്നതോടുകൂടെ മാത്രമാണ് അവൻ്റെ ബാധ്യത നിർവഹിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അതെന്നും അവൻ്റെ ചുമലിൽ ആ ബാധ്യത ശേഷിക്കും എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അല്ലാഹു സുമ്മക്കാന മിനല്ലദീന ആമനു, അതിൻ്റെ ശേഷം അവൻ ആദർശബോധമുള്ളവരുടെ കൂട്ടത്തിൽ പെടുകയും വേണം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഫക്കു റഖബത്തിൻ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖ്റബ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്ന് അർത്ഥം ചുരുക്കി പറയാം. ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്നവരുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നേരെ ആ വാക്കിൻ്റെ അർത്ഥം ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ തലയൂരിക്കൊടുക്കുക എന്നാണ്. പിരടി, കഴുത്ത് ഊരിക്കൊടുക്കുക, അവൻ കുടുങ്ങിയ കുടുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും തല ഊരിക്കൊടുക്കുക. ഇത് മലയാളത്തിലും നാം സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ കുടുക്കിൽ നിന്ന് അയാളുടെ തല എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കൊടുക്കണം, അയാളെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം എന്നതിന് തലയൂരുക എന്ന് പറയാറുണ്ട്. ഈ കുടുക്കിൽ നിന്ന് പെട്ടെന്നൊന്നും എനിക്ക് തലയൂരാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ കടത്തിൽ കുടുങ്ങിയവരെ സഹായിച്ച് കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, വീട് നിർമ്മാണത്തിന് പ്രയാസപ്പെടുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അതുപോലെ തന്നെ
മക്കളുടെ കല്യാണത്തിന് വേണ്ടി സഹായിക്കുക, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിനാണ് ഫക്കു റഖബ എന്ന് പറയുന്നത്. ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ. അവിടെ തന്നെ പഴയകാലത്ത് അടിമമോചനം എന്ന് പറയുന്ന ഒരു സംഗതി നിലവിലുണ്ടായിരുന്നു. ഇന്നത് നിലവിലില്ല. അങ്ങനെ ഒരു അടിമയെ മോചിപ്പിച്ചാൽ അവൻ്റെ ഓരോ അവയവങ്ങൾക്കനുസരിച്ച് അള്ളാഹു ഇവൻ്റെ അവയവങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ട ഉടനെ തന്നെ തൻ്റെ അടിമയെ, ഏറ്റവും സമർത്ഥനായ തൻ്റെ ഒരു അടിമയെ വിളിച്ചിട്ട് അന്ത ഹുർറുൻ ലി വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് മോചിപ്പിച്ചു വിട്ട സംഭവം ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണിയുള്ള നാളുകളിൽ ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞു. യതീമൻ ദാ മഖറബ, അടുത്ത ബന്ധുവായ അനാഥക്ക്. അനാഥ സഹായിക്കപ്പെടണമെങ്കിൽ ബന്ധുവാകണമെന്ന് ഷർത്തില്ല. പക്ഷേ ബന്ധുക്കളായ അനാഥകളെ ശ്രദ്ധിക്കാതിരിക്കുന്നത് അത് എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റത്തെ അക്രമമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ബന്ധുവിനെ എടുത്തു പരാമർശിക്കാൻ കാരണം. പലപ്പോഴും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലരും അന്യരായ യതീമുകളെ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അവരെ സംരക്ഷിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിൽ കുഴങ്ങിയ അനാഥകളെ ശ്രദ്ധിക്കാറില്ല. വളരെ ഗൗരവത്തോടെ ഓർക്കണം ഇത്. യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന സാധുക്കൾ. നേരെ മത്റബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മത്റബ എന്ന് പറഞ്ഞതിൻ്റെ നേരെ അർത്ഥം മണ്ണ് എന്നാണ്. തുറാബ്, മണ്ണ് എന്നാണ്. മണ്ണുള്ള യതീം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാരാളം ഭൂമിയുള്ളവൻ എന്നല്ല. മണ്ണുള്ളവൻ എന്ന് പറഞ്ഞാൽ ഉടുക്കാനും പാർക്കാനും കഴിക്കാനും ഒന്നുമില്ലാതെ എവിടെയെങ്കിലും തെരുവുകളിൽ വീണ് കിടക്കുന്ന സാധുക്കൾ എന്നാണ്. ഈ ഭൂമിയിലെ മണ്ണ് മാത്രമേ അവർക്കുള്ളൂ. ഉടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, പാർക്കാനൊന്നുമില്ല. ഉടുക്കാനും പാർക്കാനും കഴിക്കാനും ഒക്കെയായി അവർക്കുള്ളത് പീഡിക തിണ്ണകളാണ്. ഈ രൂപത്തിലുള്ള മനുഷ്യരെയാണ് ഔ മിസ്കീനൻ ദാ മത്റബ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട് ഇതെല്ലാം വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദാ മത്റബ എന്നതിന് അർത്ഥം കൊടുത്തത് ഹുവൽ മത്റൂഹു ഫി ത്വരീഖിൽ ലദീ ലാ ബൈത ലഹു വലാ ശൈഅ യഖീഹി മിന തുറാബ്. അതെ, വഴികളിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ, വീടില്ല, മറ്റൊരു വസ്തുവില്ല, ഒന്നുമില്ല, അയാൾ കുടുങ്ങിക്കിടക്കുകയാണ്, ഒന്നുമില്ലാത്ത പാവമാണ്, വെറും മണ്ണിൽ വീണ് കിടക്കുന്നവൻ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അങ്ങനെ തുടങ്ങിയിട്ട് പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ മഹത്വങ്ങൾ വളരെ വാചാലമായി പറയുന്നു. അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ, സാധുവിൻ്റെയും വിധവയുടെയും കാര്യത്തിൽ പ്രവർത്തിക്കുന്നവൻ കസ്സാഇ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനെ പോലെയാണ്. വക്കൽ ഖായിമി ലാ യഫ്തുർ, തളരാതെ രാത്രി സമയങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്. വസ്വാഇമി ലാ യുഫ്തിർ, ഒരിക്കലും നോമ്പ് മുറിക്കാതെ കാലാകാലം നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. എന്നും നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെ, കാലാകാലം നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെ എന്നൊക്കെയാണ് അഗതിക്ക് വേണ്ടിയും അനാഥക്ക് വേണ്ടിയും അതേ രൂപത്തിൽ വിധവക്ക് വേണ്ടിയുമൊക്കെ പ്രവർത്തിക്കുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിപ്പിച്ചിരിക്കുന്നത്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാവട്ടെ, പറഞ്ഞു വന്നത് ഏത് സമയത്തും നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്
കാരുണ്യ പ്രവർത്തനത്തിന് എന്നും മുൻഗണന നൽകുക, പ്രാധാന്യം നൽകുക. അള്ളാഹു മനുഷ്യപ്പറ്റുള്ളവരുടെ കൂട്ടത്തിൽ, പാവപ്പെട്ടവരെ കാണുന്ന മനുഷ്യപ്പറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.